ഈ രണ്ട് മുന്നണികളും അവർക്ക് സ്വന്തമായി തെരഞ്ഞെടുപ്പിലൊന്നും പറയാനില്ല, വികസനത്തെക്കുറിച്ച് പറയാനില്ല, അതുപോലെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചൊന്നും പറയാനില്ല. മറിച്ച് NDA 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനം, അതുപോലെ ജനക്ഷേമം ഇത് അവതരിപ്പിച്ചുകൊണ്ടാണ് ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ഈ വോട്ട് തേടുന്നത്. NDAക്ക് അനുകൂലമായുള്ള രാഷ്ട്രീയ കാലാവസ്ഥ രൂപപ്പെട്ടു വരുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ് NDAക്ക് അനുകൂലമാണ്. ഇതിൽ വെപ്രാളം പൂണ്ട LDFും UDFും മത തീവ്രവാദികളുമായി സഖ്യമുണ്ടാക്കുന്നു. തീവ്രവാദ സംഘടനകളെ പ്രീതിപ്പെടുത്താൻ ചില വിഷയങ്ങളിൽ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നു. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ, അത് ഏത് മതക്കാരാവട്ടെ, ജാതിക്കാരാവട്ടെ, രാഷ്ട്രീയക്കാരാവട്ടെ, ഒരു പുതിയ ഭാരതവും പുതിയ കേരളവും കെട്ടിപ്പടുക്കാൻ NDAക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തും. കേരളത്തിൽ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യാശ. തെളിവുകൾ എന്ന് പറയുന്ന സമയത്ത് അതിന് പ്രത്യക്ഷ തെളിവുകളുണ്ടാകും, പരോക്ഷ തെളിവുകളുണ്ടാകും. പക്ഷേ നമ്മുടെ പ്രത്യക്ഷ തെളിവ്, ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ ഉന്നയിച്ച ആരോപണത്തെ LDF UDF നേതൃത്വം നിഷേധിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കി പറയാം. രാഷ്ട്രീയ നീക്കത്തിൻ്റെ ചർച്ച, രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുത്താൻ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോടിൻ്റെയും വടകരയുടെയും കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ബാക്കി 18 മണ്ഡലങ്ങളിലും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കും. അതിന് ചില മധ്യസ്ഥന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ രണ്ട് മുന്നണികളെയും കേരളത്തിൽ നിയന്ത്രിക്കുന്നത് മത തീവ്രവാദ സംഘടനകളാണ്. കടിഞ്ഞാണ് മുഴുവൻ അവരുടെ കയ്യിലാണ്. ഇപ്പം കഴിഞ്ഞ നമ്മൾ ഈ CAA നിയമം വന്നപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കേരളത്തിൽ എല്ലാ സമരങ്ങളും നടന്നത് ഒരു പൊതുവേദിയിലാണ്. ഈ കൺസോർഷ്യം സംഘടിപ്പിച്ച പരിപാടിയിലാണ് CPM-ഉം കോൺഗ്രസും പങ്കെടുത്തത്. ഈ LDFനും UDFനും വികസനത്തെക്കുറിച്ചോ ജനക്ഷേമത്തെക്കുറിച്ചോ ഒന്നും പറയാനില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 10 വർഷക്കാലം ഇന്ത്യയിലും കേരളത്തിലും നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, ഇതൊക്കെ ജനമധ്യത്തിൽ ഞങ്ങൾക്ക് ജനങ്ങളെ വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ട്. കോൺഗ്രസ്സിന് എന്താ ഉള്ളത്? CPM-ന് എന്താ ഉള്ളത്? ഇപ്പം ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിട്ട് 68,000 കോടിയുടെ നാഷണൽ ഹൈവേ, അല്ലെങ്കിൽ 3,000 കോടിയുടെ റെയിൽവേ വികസനം, ഞങ്ങൾ കൊടുത്തിട്ട് ജനക്ഷേമ പദ്ധതികൾ, ഇതിനപ്പുറത്ത് സ്വന്തമായിട്ട് LDFന് എന്താ പറയാനുള്ളത്? UDFനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും BJPയോടൊപ്പം NDAയോടൊപ്പം ചേരാൻ കേരളത്തിലെ വ്യത്യസ്ത സമൂഹങ്ങൾ തയ്യാറാകുന്നുണ്ട്. പുതിയ ആളുകൾ ഈ മുന്നണിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിൽ വെപ്രാളവും ആശങ്കയും രണ്ട് മുന്നണികൾക്കുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ കുടുംബങ്ങളും മോദി കുടുംബത്തോടൊപ്പം ചേരുകയാണ്. അപ്പോൾ മോദി കുടുംബത്തോടൊപ്പം ചേരാൻ ഇന്ത്യയിലെയും കേരളത്തിലെയും എല്ലാ കുടുംബങ്ങളും തയ്യാറാകുന്നു. ആ സമയത്ത് ആൻ്റണിയുടെ കുടുംബവും വരും, ശ്രീമാൻ കരുണാകരൻ്റെ കുടുംബവും വരും, പത്മിനി തോമസിൻ്റെ കുടുംബം വരും. ഇനിയും പല കുടുംബങ്ങളും മോദി കുടുംബത്തോടൊപ്പം ചേരാൻ തയ്യാറാകും. അതിൽ കാത്തിരുന്ന് കാണുക എന്ന് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സൂചിപ്പിക്കാൻ.